സർ, എന്താണ് റീസൺസ് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം ഇല്ലാതാവാനുള്ള റീസൺസ് എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങൾ അകന്നുപോയി, ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ഞങ്ങൾ അത് തന്നെയാണോ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ അളവിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു താക്കീതാണ് ബംഗാളും ത്രിപുരയൊക്കെ. ആ പാഠം പഠിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഇലക്ഷൻ ഞങ്ങൾക്കുള്ള നല്ല മുന്നറിയിപ്പാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ കാണണം. ഒരു പരാജയത്തെ നമുക്ക് രണ്ട് വഴിക്ക് കാണാം. നമുക്കെല്ലാം ഉള്ള കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ള സാമർഥ്യം വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള ഗിമ്മിക്സ് എല്ലാം മുഖേന ഇത് പരാജയമല്ല അത് സ്ഥാപിക്കാൻ ശ്രമിക്കാം. അതൊരു വഴിയാണ്. പക്ഷെ നമ്മുടെ അത്തരം സാമർഥ്യങ്ങളുള്ളൊരു കാര്യമില്ല. ഞാനീ ഫലം പ്രഖ്യാപിച്ച അന്ന് തന്നെ പറഞ്ഞ ആളാണ്. നമ്മുടെ ഉപയോഗിച്ച വാക്ക് നമ്മുടെ വ്യാഖ്യാന പാഠവും കൊണ്ടോ വിശകലന സാമർഥ്യം കൊണ്ടോ നമുക്ക് മറികടക്കാനാകാത്ത പരാജയമാണ്. ഇത് പരാജയം തന്നെയാണെന്ന് ഞാൻ പരാജയം ഡിഫീറ്റ്സ് ആദ്യം ചെയ്യേണ്ട കാര്യം അത് പരാജയമാണ് എന്ന് അംഗീകരിക്കലാണ്. എന്തുകൊണ്ട് ഈ പരാജയമുണ്ടായി, എങ്ങനെ അതിൻ്റെ ഒന്നാമത്തെ പടം ഇതാണ്. പരാജയമാണ് അംഗീകരിക്കലാണ്. പരാജയം തന്നെയാണത്. പരാജയം എന്ന് വെച്ചത് തന്നെ ഞങ്ങളുടെ മാസ് ബേസായിട്ട് എപ്പോഴും കരുതി പോകുന്നത് ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ കരുതി പോകുന്ന ഒരു ജനഭാഗമുണ്ട്. ഞങ്ങൾ അവർക്കും അവർ ഞങ്ങൾക്കും അത്രയും ഇൻറ്റിമേറ്റായിരുന്നു. ഇപ്പോൾ അവർക്ക് ഞങ്ങളെപ്പറ്റി ആ ഒരു വിശ്വാസം അതുപോലെ ഉണ്ടോ? അതിന് ഒരു ഉലച്ചിലുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ നല്ലവണ്ണം അകത്തേക്ക് നോക്കണം. ഇഫ് ഇറ്റ്സ് അലൗഡ് ഇറ്റ് മേ ബി കോൾഡ് എ സോർട്ട് ഓഫ് സോൾ സെർച്ചിങ് വേണം. അകത്തേക്ക് നോക്കണം. ഞങ്ങളുടെ ഭാഗത്ത് പാളിച്ചുകൊണ്ടോ എന്ന് നോക്കണം. എന്നുണ്ടെങ്കിൽ പാളിച്ചുകൊണ്ടെങ്കിൽ തിരുത്തണം. അതാണ് ഞങ്ങൾ തിരുത്തി മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഭയപ്പാടില്ല എന്ന് പറയുന്ന കാര്യം അതാണ്. വി ആർ നോട്ട് വീപ്പിംഗ് ഓർ ലാമെൻറ്റിങ്. വി ആർ ഹൈലി കോൺഫിഡൻറ്റ് that we will look in the vessels, we will find out our mistakes and we will rectify them and we will march forwards. ഇതാണ് ഞങ്ങളുടെ ഓൺവേർഡ് ട്രാക്ക്. ഇതാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തീർന്നു. പക്ഷേ എനിക്കറിയാം അതിന് ഞങ്ങളെ പാകപ്പെടുത്തണം. ടോപ്പ് ടു ബോട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും ഞങ്ങളെ പാകപ്പെടുത്തണം. അതിലൊരുപാട് കാര്യം പെടുന്നുണ്ട്. ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ പ്രവൃത്തി, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ എല്ലാം ഞങ്ങളെല്ലാം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ജനങ്ങളുടെ റഡാറിലാണ് ജീവിക്കുന്നത്. ദേ ഒബ്സർവേഴ്സ്. അപ്പോൾ അവർ നോക്കുന്നുണ്ട് ഞങ്ങളെന്താ പറയുന്ന കാര്യമാണോ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊന്ന് പറയുന്നു, വേറെ ഒന്ന് ചെയ്യുന്നു. അതിൽ ഞങ്ങൾക്ക് വലതുപക്ഷത്ത് കാണിക്കുന്നവർക്കറിയാം. വലതുപക്ഷം ഈസ് ഫോർ ദാറ്റ് ഉള്ളി. ഒന്ന് പറയുന്നു, വേറെ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് പൊളിറ്റിക്കൽ വർക്ക്, നോട്ട് ദ റൈറ്റ്. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിൻ്റെ വഴി അതാണ്. ഒന്ന് പറയും, വേറെ ചെയ്യും. അതല്ല ലെഫ്റ്റിൻ്റെ വഴി. ലെഫ്റ്റിന് അങ്ങനെ ചെയ്യാൻ അവകാശമില്ല. അത് ജനം സമ്മതിക്കുന്നില്ല. ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻ ഇറ്റ്സ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദാറ്റ് ഓഫ് ദ റൈറ്റ് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ പറഞ്ഞ് ത്രിപുരയും വെസ്റ്റ് ബംഗാളും പോലെ ആയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു പാത്തിലേക്ക് പോവുകയാണ്. കാരണം താങ്കളുടെ ബാങ്ക് സെക്രട്ടറിമാർക്കുള്ള കത്ത് തീരുന്നതന്നെ നമുക്ക് റീകണക്ട് വിത്ത് പീപ്പിൾ എന്നതിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അതായത് റീകണക്ട് നമുക്കിപ്പോൾ ഇല്ല എന്ന് പരോക്ഷമായിട്ടെങ്കിലും CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിക്കുന്നുണ്ട്. അത് ലെഫ്റ്റിൻ്റെ ആണെങ്കിലും CPIയുടെ കാര്യം. CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അല്ല, ഇത് ഞങ്ങളുടെ ഒരു പാർട്ടി കോൺഗ്രസ്, പുതുച്ചേരി പാർട്ടി കോൺഗ്രസ് 2015 പറഞ്ഞ കാര്യമാണ്. പിന്നെ വന്ന് കൊല്ലം പാർട്ടി കോൺഗ്രസും വിജയവാഡ കോൺഗ്രസും ആവർത്തിച്ച കാര്യങ്ങളുടെ സാരാംശത്തിൽ ഇതുണ്ട്. ആ വാക്ക് വളരെ ശരി. ഞാനിപ്പോൾ 100 കണക്കിന് പാർട്ടി മീറ്റിങ്ങുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ്. ആ വാക്ക് ശരിയായി പറഞ്ഞത്. റീകണക്ട് വിത്ത് ദ പീപ്പിൾ എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം വി ആർ ഏറ്റുപറയുന്നത് ഞങ്ങൾ ദാറ്റ് കണക്ട് ഈസ് ലോസ്റ്റ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം കഴിയുന്ന ആർജവമാണ്. ഇതെടുത്ത നിങ്ങൾ കാണുന്നത് തന്നെ. നിങ്ങൾ മൂടി വയ്ക്കാൻ പാടില്ല, അവഗണിക്കാനും പാടില്ല. CPIക്ക് മാത്രം കഴിയുന്നൊരു ആർജവമാണത്. വി അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഞങ്ങളത് ഏറ്റുപറയുകയാണ്.
അതുകൊണ്ടാണ് ആ വാക്ക് വന്നത്, റീകണക്ട് വിത്ത് ദ പീപ്പിൾ. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. Left has lost its connect with the people എന്ന് ഇപ്പോൾ kind of അംഗീകരിക്കും. That's why we are supposed to we are calling the people or ourselves for a reconnection. ഇത് CPIക്ക് മാത്രം വേണ്ട ഒരു തിരിച്ചറിവാണ്. കാരണം കേരളത്തിലെങ്കിലും പ്രധാന പാർട്ടി ഇപ്പോഴും CPM ആണ്. കേരളത്തിലെങ്കിലും നല്ല ഇടതുപക്ഷത്തെ പ്രധാന പാർട്ടി CPM ആണ്. അല്ലല്ല, അങ്ങനെ പറയണ്ട. കേരളത്തിലതെ, പക്ഷേ എല്ലായിടത്തും അല്ല. കേരളത്തിലെങ്കിലും പ്രധാന പാർട്ടി LDFിന്റെ പ്രധാന പാർട്ടി CPM. നോ ഡൗട്ട്സ്. അതെ, അല്ല ഞാനീ പറയുന്ന കാര്യങ്ങൾ പൊതുവിലുള്ള ഒരു കറക്ഷൻ്റെ ഭാഗം പറയുന്നതൊന്നും CPIക്ക് മാത്രം ബാധകമല്ല. പക്ഷെ CPIയുടെ ബോധ്യങ്ങളാണ് പറയുന്നത്. ആ രീതിക്ക് CPIയുടേതാണ്. പക്ഷെ CPIക്ക് മാത്രമായിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള അവകാശം അതെനിക്കില്ല. CPIക്ക് ഈ ബോധ്യമുണ്ട്. അത് CPI ഉചിതമായ രീതിയിൽ എല്ലാ ലെഫ്റ്റ് സർക്കിളിലേക്കും കൈമാറാൻ ശ്രമിക്കുന്നുണ്ട്. CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, തിരുത്തൽ ആവശ്യമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. പക്ഷെ CPM ഇപ്പോഴും പറയുന്നത് ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ്. CPM എപ്പോഴും അക്യൂസ് ചെയ്യുന്നത് SNDPയെയും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഒക്കെയാണ്. CPM ഇപ്പോഴും അങ്ങനൊരു തെറ്റ് പറ്റി എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. പാർട്ടി കമ്മിറ്റികൾ പറയുന്നുണ്ടാവും, വാർത്തകൾ വരുന്നുണ്ടാവും, പക്ഷെ ഇപ്പോഴും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതൊരു ശരിയായ രീതിയാണ്. CPMൻ്റെ ശരികൾ പറയാൻ നിങ്ങൾ CPMനെ കാണണം, ഞാനല്ല പറയേണ്ടത്. CPMൻ്റെ തെറ്റ് CPM പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പാർട്ടി, ഇറ്റ്സ് എ ഫെറ്റേണൽ പാർട്ടി. പക്ഷേ ആ പാർട്ടിയുടെ കോഴ്സ് ഓഫ് ആക്ഷനും പാർട്ടിയുടെ സംഘടനയുടെ തെറ്റ് ശരിയും പറയാനുള്ള അവകാശം എനിക്കുള്ളതല്ല. ഞാൻ LDFിന് വേണ്ടി LDFിനോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും LDFിന് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കേണ്ടതുണ്ട്. LDFിന് അത് ഞാൻ പറയും. പറഞ്ഞു ജനങ്ങളിൽ നിന്ന് അകന്നു പോയതാണ് ഒരു മെയിൻ റീസൺ ഇത്രയും വലിയൊരു പരാജയത്തിന്. പൊതുവെ പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ഒരു പരാജയത്തിന്റെ വലിയൊരു കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നുണ്ട്. താങ്കൾ എന്താ വിചാരിക്കുന്നത്? മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ഈ ചർച്ചയെ കൊണ്ടുപോകുന്നതിന്റെ യുക്തിയെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. CMന്റെ ശൈലിയാണോ പരാജയത്തിന്റെ കാരണം എന്നുള്ളതായിരുന്നു ചോദ്യം. അവിടെ ഞാൻ പറഞ്ഞത് അതിലേക്ക് മാത്രം ചുരുക്കാൻ പാടില്ല. ഇതൊരു വളരെ കോംപ്ലക്സ് ആയൊരു വിഷയമാണ്. അപ്പോൾ ഇതൊരു വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസൈറ്റിയാണ്. അതിന് റെഡിമെയ്ഡ് ആയിട്ടുള്ള CMലേക്ക് ഒതുക്കേണ്ടതുള്ളൂ. CMലേക്ക് മാത്രം ഒതുക്കണ്ട. പൊതുവെ ഞങ്ങളുടെ ഓവറോൾ പെർഫോമൻസിൻ്റെ വിഷയമാണ്. അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടറായിട്ട് ഇത് വന്നേക്കാം. അതിൽ എനിക്കൊന്ന് ജനറലി ചർച്ചകൾ വരുന്നത് താങ്കളേനെ പറഞ്ഞ പോലെ അതിലേക്ക് ചുരുക്കുന്നതല്ല, പക്ഷെ പൊതുവിൽ അത് ചുരുക്കാൻ പാടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മെസ്സേജ് ജനങ്ങളിൽ അകന്ന് നിൽക്കുന്നു. ഇപ്പോൾ മൈക്കിനോട് കേസെടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം, കാരണം മുഖ്യമന്ത്രിയാണല്ലോ ഗവൺമെന്റിന്റെ ഫേസ്. ഇവൻ LDFിന്റെയും ഫേസ് ആണ് CM. CMന്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ CMന്റെ പൊതുവെയുള്ള ബിഹേവിയർ ഒക്കെ ജനങ്ങളെ അകറ്റി എന്നുള്ളൊരു ഇംപ്രഷൻ CPMനകത്തുമുണ്ട്. അക്കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ വിശ്വാസം പലതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണത്. ആ ചർച്ചയ്ക്കകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് മെനി ഫാക്ടേഴ്സായിട്ട് ഈ ചർച്ച അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മൊത്തം ഇതിലേക്ക് പോകുന്നതിനോട് അത്രമാത്രം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മുടെ ചർച്ചയ്ക്ക് ഞാൻ ഫ്രണ്ട്ലി വേ പറയുവാണ്. രണ്ട്, ഈ ചർച്ചകളുടെ ഒരു ഓവറോൾ വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പഠിക്കണം. CM ഞാൻ പഠിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളും പഠിക്കുന്നുണ്ട്. ആ അളവിൽ CM ശ്രദ്ധിക്കുന്നുണ്ടാകണം തന്നെ. അദ്ദേഹം എത്രയോ വർഷത്തെ അനുഭവത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹം. ഈ കെയർ ഫ്രം ദ ഗ്രാസ് റൂട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ നേതാവ്, CPMനെ പോലൊരു വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനോടൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയേക്കാം. ഇങ്ങനെയൊരു ചർച്ച LDFിൽ വന്നിരുന്നു. CMന്റെ ശൈലി വൺ ഓഫ് ദി റീസൺസ് ആണെന്നുള്ളത്. ഇല്ല, LDF ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി വിമർശിക്കാൻ CPIക്ക് പേടിയാണോ? ആര് പറഞ്ഞു? അല്ല, കാരണം അടുത്തിടയ്ക്ക് വരെ വെളിയം ആശാന്റെ സമയത്താണെങ്കിലും ചന്ദ്രപ്പൻ സമയത്താണെങ്കിലും ഇവൻ കാലത്തിന്റെ സമയത്താണെങ്കിലും പാർട്ടിയിൽ അല്ലെങ്കിൽ LDFിലോ ഗവൺമെന്റിലോ എന്തെങ്കിലും ഒരു ലെഫ്റ്റിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ വരുമ്പോൾ CPI ഒരു വലിയ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് തിരുത്തൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും. CPI എപ്പോഴും ആയിരിക്കും. പക്ഷെ എപ്പോഴും ചോദ്യമുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് ചോദ്യമാണ്.
ഞങ്ങളിപ്പം ഞങ്ങളുടെ മുഖ്യ അജണ്ടയാക്കി CPM വിമർശനം നടത്തിയാൽ ഞങ്ങൾക്ക് നല്ല കൈയടി കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യ വിഷയം അതാക്കാൻ പാടില്ല. മുഖ്യ വിഷയം ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ ഓവർകം ചെയ്യണം. ഞങ്ങളുടെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലും തിരുത്തലുകളിലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചു പോവുകയും LDF ശക്തിപ്പെടുത്തുകയും ചെയ്യണം. LDF തകർത്തുകൊണ്ടോ LDFനെ ദുർബലപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. LDFനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പ്രസ്താവന മതി, നിങ്ങളെല്ലാം ആഘോഷിക്കും, എന്നെ കൊണ്ടാടും, നിങ്ങളൊക്കെ നിങ്ങളെല്ലാം എൻ്റെ കേട്ട് ഒരുപാട് പാട്ട് പാടും. അതൊരു ഇപ്പോഴത്തെ ആവശ്യം അതല്ല. ഇപ്പോഴത്തെ ആവശ്യം ലെഫ്റ്റ് ആസ് എ ഹോൾ ഒരു പ്രത്യേക അവസ്ഥ നേരിടുവാണ്. അതിൽ CPI ഒരു മിടുക്കന്മാരായി CPM അങ്ങനെയായിട്ട് കാക്കാനായിട്ട് കാര്യമില്ല. CPMന് CPI തിരുത്തൽ വേണം. അത് പറയാൻ CPIക്ക് ഒരു മടിയില്ല. അതിനകത്ത് നമ്മളതിനെ വേറൊരു രീതി കൊണ്ടുപോകാനും പറ്റും. അത് നിങ്ങൾ അടുത്ത മാസം ഞങ്ങൾ പോകാൻ പോകില്ലേ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക്? മാസമല്ല, അടുത്ത ഡോർ സ്റ്റെപ്പിൽ നിൽക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷനിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ 2 4 ഒന്നായിട്ട് പോകണം. ഒന്നായിട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നായിട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അത് തിരുത്തൽ വേണം. തിരുത്തൽ അതിനു വേണ്ടി കൂടിയാണ്. അതിൽ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കി, ശത്രുത ഉണ്ടാക്കി, സംശയം ഉണ്ടാക്കിയിട്ട് പോയാൽ ഞങ്ങളുടെ തോൽവിക്കും മറുഭാഗത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി കടവൊരുക്കലാണ്. അത് പൊളിറ്റിക്കലി വൈസ് മൂവല്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കാനോ വിമർശിക്കാനോ CPIക്ക് ഭയമില്ല, ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കുമില്ല. പക്ഷേ CPI ഇസ് എ മച്യൂർഡ് പാർട്ടി വിത്ത് ഇറ്റ്സ് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻസ്. അത് CPIക്ക് നല്ല ഉറപ്പുണ്ട്.